കറണ്ടില്ല, രാവിലെ കറണ്ടില്ല. മുഖമൊക്കെ കഴിയുക. പിന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് നേരമായിട്ടോ, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞായറാഴ്ചയല്ലേ. എന്നിട്ട് ഞങ്ങൾ യൂനൊക്കെ കളിച്ച് കുറേ നേരമായി ഇരുന്ന്. പാല് കഴിച്ചിട്ടില്ല, നോക്കാം. ഇനി എന്തായാലും അവരെ കടിയൊക്കെ ആയിട്ടാട്ടോ വിളിച്ചേപ്പിക്കുന്നത്. എല്ലാവരും പോത്ത് പോലെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിക്കോട്ടെ, ലൈറ്റ് ഓഫ് ആക്കാം. പച്ചയുടെ മാത്രം പല്ലിയൊക്കെ തുടങ്ങിട്ടാ. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് വരാം. ഞാൻ ഇന്നലെ ഒരു പാത്രമെല്ലാം കഴുകി എല്ലാം സെറ്റാക്കി വെച്ചിട്ട്. അപ്പം ഇന്നലെ വൈകുന്നേരമാണ് കേട്ടോ സാമ്പാർ വെച്ചത്. വൈകുന്നേരം അല്ലേ, രാത്രിയായി. അതെന്നാന്ന് വെച്ചാൽ താമസിച്ച് വെച്ച് തന്നെ വെച്ചാൽ രാവിലെ വെക്കണ്ടല്ലോ. അപ്പോൾ സാമ്പാറും ചപ്പാത്തിയോ അല്ലെങ്കിൽ സാമ്പാറും ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം നമ്മുടെ സാമ്പാറൊക്കെ സെറ്റാക്കി ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കറി ഉണ്ടാക്കേണ്ട പണിയില്ല, അതുകൊണ്ടാണ് രാത്രി ഉണ്ടാക്കി വെച്ചേട്ടോ. നമുക്കെന്തായാലും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടൻ ചായ എടുത്ത് തിണ്ണയിലേക്ക് പോവാണ് കേട്ടോ. ഞായറാഴ്ച ദിവസം ഇങ്ങനെയാണ്, കുറച്ചൊരു ശകലം നേരത്തേക്ക് എഴുന്നേറ്റാൽ കട്ടൻ ചായ ആയി തിണ്ണയിലൊക്കെ പോയിരുന്നു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഞാനും ചേട്ടയും ചാച്ചൂടിനും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവനും ഞങ്ങളുടെ ഒപ്പം കൂട്ടോ. രച്ചൂട്ടി മാത്രമേ ഇച്ചിരി താമസിക്കുള്ളൂ. ഇത് കണ്ണനും കുട്ടാപ്പിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ നല്ല പൂസടിച്ചുറങ്ങും കേട്ടോ. നല്ല മഴയാണ് പുറത്തെ, നല്ല രസം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായും പൊള്ളിയിട്ടോ ചെറുതായിട്ട്. അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും എന്തൊക്കെയാണ് പണി പരിപാടികളൊക്കെയാണ് കേട്ടോ വ്ളോഗിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം തിണ്ണലൊക്കെ ഇരുന്നു. നല്ല മഴയാണ് കേട്ടോ. നമ്മുടെ ഓണമൊക്കെ ഇപ്രാവശ്യം വെള്ളത്തിലാന്ന് തോന്നുന്നു. ഫുള്ള് മഴ തന്നെ, മഴയേ ശരണം. അതുകൊണ്ട് മുറ്റത്തൊക്കെ അപ്പടി പുല്ലാണ് കേട്ടോ. ഓണത്തിനൊക്കെ എല്ലാവരും പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കും. ഞാനതൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ചേട്ടായി വന്നപ്പം ആട്ടയും പിന്നെ നമ്മുടെ റോബസ്റ്റ് പഴമാണ് കേട്ടോ കൊണ്ടുവന്നത്. റോബസ്റ്റ് പഴം ഒരു ഞാറുവാലി പോലെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കണം എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ കൈയോടെ ഞാൻ ഗോതമ്പ് ദോശയ്ക്കുള്ള മാവൊക്കെ റെഡിയാക്കി. ഗോതമ്പ് ദോശയ്ക്ക് ഞാനെങ്ങനെയാണ് മാവ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വ്ളോഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് മാവ് റെഡിയാക്കിയത്. ആ കൂടെ തന്നെ ഞാൻ വേഗം കൊണ്ടുവന്ന കവറ് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള കവറിൽ എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എല്ലാ മാസം തന്നെ ഹരിതകർമ്മസേന വരുമ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? അതൊക്കെ കത്തിക്കുകയാണ്, എന്താണ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ ദോശയൊക്കെ ഇവിടെ ഓരോന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേർ ഓരോരുത്തർ ഏറ്റു വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നലെ ഒരു രാത്രി 1 മണി വരെ, ചിലപ്പോൾ ഇന്നെന്ന് പറയാം, വെളുപ്പിന് 1 മണി വരെ ഞങ്ങളിങ്ങനെ യൂണിയൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ചിരുന്നാണ് കേട്ടോ. കണ്ണനും കുട്ടാപ്പിയായിരുന്നു എന്നെ കിടക്കാൻ വിടാണ്ട് അച്ചീന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അച്ചി വാ നമുക്ക് കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കിടത്തിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കളിയെല്ലാം കഴിഞ്ഞ് കിടന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇതേ രാവിലെ ഏറ്റപ്പോൾ ആകെ മൂടില്ലാണ്ടിരിക്കുക കേട്ടോ. ചെറിയ ചൂടൊക്കെ ആയിട്ട് നോക്കുമ്പോൾ രാവിലെ വന്നിരുന്ന് യൂനോ കളിക്കാൻ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയെ. എന്താ പെട്ടെന്ന് പനി പിടിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി അതിനെ വേഗം ഒന്ന് ചായയൊക്കെ കൊടുത്ത് റെഡിയാക്കണം കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട്. പിന്നെ ഒന്ന് കളിക്കാൻ കൂടിയിട്ട് പിന്നെ അവിടെ സൈഡായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലച്ചുക്കുട്ടി ഇവിടെ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂ പറിക്കാനൊക്കെ പോവുകയാണ്. എല്ലാവരും താമസിച്ചേറ്റു, ഇച്ചിരി നല്ല നേരം വൈകി കേട്ടോ. എന്നാലും പൂവൊക്കെ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കാണാൻ ലച്ചു പറയാം, അമ്മയെ ഫോണിൽ കൂടെ വീഡിയോ എടുത്തപ്പോൾ നല്ല രസമുണ്ട് കാണാൻ.
അങ്ങനെ ലച്ചുവും കുട്ടാപ്പിയും സച്ചൂട്ടനും കൂടി പോയി വഴിയിൽ നിന്നും അടുത്തുനിന്നും നമ്മുടെ ചെടിയിൽ നിന്നുമുള്ള പൂവാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എപ്പോഴും പൂവുണ്ടാവേ. വേനൽക്കാലം നിന്നും മഴക്കാലം നിന്നും അങ്ങനെയൊന്നുമില്ല. വേനൽക്കാലത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഫുൾ ടൈം പൂവുണ്ടാവും കേട്ടോ. നല്ല ചെടിയാണ് കേട്ടോ, നല്ലൊരു ചെടിയാണ്. എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ അവർ പിള്ളേരൊക്കെ നടന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പൂക്കളൊക്കെ ഇടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. ആ കൂടെ നമ്മുടെ അടുത്തൊരു സിസ്റ്ററുണ്ട്, നേഴ്സ്, ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നേ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് കണ്ണൻ്റെ ഗുളികയും മേടിച്ചു കേട്ടോ. അവന് പനിയല്ലേ, അപ്പോൾ കൊടുക്കാം, ചായയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലച്ചു എന്തൊക്കെയോ വീഡിയോയിൽ എടുക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൂ പറിക്കാൻ പോയി കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അവരെപ്പോഴും ഒരു കമ്മൽ പൂവില്ലേ, മഞ്ഞപ്പൂവ്, എല്ലായിടത്തും ഉണ്ടാവില്ലേ, പറമ്പിലേക്ക് ഇങ്ങനെ വെറുതെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ പറിക്കുന്ന സ്ഥലത്തൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ വായിക്കി കേട്ടോ. അപ്പോൾ ആ പൂവൊക്കെ ഉണ്ടോ, ഈ പൂവാണേ. അപ്പോൾ അതങ്ങനെ അധികം കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും കിട്ടുന്നൊക്കെ പറിച്ചുകൊണ്ട് പിള്ളേർ വന്ന് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ അടുക്കളയിൽ ഓരോ പണിയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അരിയൊക്കെ ഇട്ട്, പിന്നെ ചോറ് സച്ചൂട്ടിന് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് കേട്ടോ ഇന്നിടുന്നത്. അപ്പം അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം ഇട്ട് കുടിക്കേണ്ടി വരും, ആ ഒരവസ്ഥയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പോകുന്നില്ല. ഇങ്ങനെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പൂവൊക്കെ പറിക്കാൻ പോയിട്ടുണ്ടാവില്ലേ എല്ലാവരും? ഞാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുറ്റുവട്ടത്തൊക്കെ പോയി പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയി കുറേ പൂവൊക്കെ പറിച്ച് അങ്ങനെയൊക്കെയായിരുന്നു പൂക്കളിടുന്നത്. ഇന്നിപ്പോൾ വളരെ വിരളായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ പൂക്കളൊക്കെ ഇടുന്നത്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കാണാനുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു അല്ലേ. നാട്ടുപ്രദേശത്തെ പിള്ളേർ മാത്രമായിരിക്കും ഇങ്ങനെ പൂവൊക്കെ പറിച്ചിടുന്നതെന്ന് തോന്നുന്നു. അല്ലാത്തവരൊക്കെ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇടുക. അങ്ങനെ കുറച്ച് നല്ല നല്ല പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മുടെയൊക്കെ എല്ലാവരുടെയും നൊസ്റ്റാൾജിയായ സാധനമല്ലേ ഇത്, മഷിത്തണ്ട്. ഞാനൊക്കെ പൂവൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ പറിച്ച് കണ്ണിലൊക്കെ വെക്കുമായിരുന്നേ. ഞാൻ ലച്ചുക്കുട്ടി ഇത് പറിച്ചുകൊണ്ട് വന്നപ്പോൾ എടി കണ്ണി വെച്ച് നോക്കുക നല്ല രസമാണെന്നൊക്കെ പറഞ്ഞേ. ഇത് വീഡിയോ ഒക്കെ എടുക്കുമെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അവൾ കണ്ണിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആഴം ഇത് പിള്ളേരെല്ലാം കണ്ണി വെച്ച് നോക്കുകയാണെ. കണ്ണപ്പനപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പനിയായിട്ടോ. എന്നിട്ട് പിന്നെ വേഗം ചായയൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാരൻ കിടന്നേ. ആകെ ക്ഷീണമാണ്. എന്താ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പനി പിടിച്ചതെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയല്ലേ, ഒരു ദിവസം വെയിലാണെങ്കിൽ ഒരു ദിവസം മഴയാണല്ലോ. ഒരു വല്ലാത്തൊരു കാലാവസ്ഥയായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് തോന്നുന്നു പിള്ളേർക്കൊക്കെ. അപ്പം അങ്ങനെ ദേ തലേദിവസത്തെ പൂവും എല്ലാം വാരി വെച്ചു. പിറ്റേ ദിവസം പൂവിടാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പൂക്കൾ ഇടുന്നതും കാണാം, ദോശയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചൂട്ടിനും കുട്ടാപ്പിയും കൂടി ഇവിടെ വന്നിരുന്ന് കഴിക്കാം കേട്ടോ. സച്ചൂട്ടിനിടയ്ക്ക് ചേച്ചിക്ക് വാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലച്ചൂട്ടി പൂക്കളൊക്കെ ഇട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ദോശയൊക്കെ കഴിച്ചു. കണ്ണപ്പം കിടന്നു കേട്ടോ, സുഖമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചൂട്ടിന് സ്കൂളിലെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. ഓണാഘോഷ പരിപാടീൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്. അപ്പോഴത്തേക്കും ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുകയാണ് കേട്ടോ ചേട്ടായി. അപ്പോൾ കുഞ്ഞു പിള്ളേരുടെ വടംവലിയും ഓരോ ഗെയിമുകളൊക്കെ കണ്ടാൽ നമുക്ക് ചിരിയും വരും, ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ. നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. എനിക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. ഇപ്പം എന്ത് ഓണാഘോഷമല്ലേ. ഓണാഘോഷം രസമില്ലെന്നല്ല, കുട്ടികളുടെയും ബന്ധുക്കാരുടെയും ഒക്കെ കൂടെ നമ്മൾ ആഘോഷിക്കും. എന്നാൽ പോലും നമ്മൾ സ്കൂളിൽ പോയി ആഘോഷിക്കുന്ന ഒരു വൈബ് വരുമോ, എനിക്ക് തോന്നിയില്ല. ഇപ്പം കോളേജിൽ പോകുന്ന പിള്ളേർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് അല്ലേ, എന്തിനു വന്ന അയൽക്കൂട്ടങ്ങളിൽ ഒക്കെ ഓണാഘോഷ പരിപാടി ഉണ്ടാവും. വീട്ടിലിരിക്കുന്നവർക്ക് നമുക്ക് വീട്ടിലത്തെ ഓണാഘോഷം മാത്രമല്ലേ ഉള്ളൂ അല്ലേ. എനിക്കതൊരു വിഷമമാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ചെറുപ്പകാലമൊക്കെ കഴിഞ്ഞു അല്ലേ. ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോൾ പിന്നെയും തോന്നും പ്രായമായിന്ന്, പിന്നെയും തോന്നി തുടങ്ങും കേട്ടോ. അപ്പം ഞാനതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെറിയ റീലെടുക്കാൻ വേണ്ടി ഓരോ സ്റ്റെപ്പൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലച്ചു അത് വന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചമ്മിപ്പോയി. ഞാനെന്നാലും ഇന്ന് ഒരു റീലെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമെന്ന് അറിയത്തില്ല. രാവിലെ മീൻ വാങ്ങിയത് നമ്മുടെ കേതളായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കേതളാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിത് കറി വെക്കും കൂടി ചെയ്യണം കേട്ടോ. കറിയൊക്കെ വെച്ചിട്ട് വേണം നാളത്തെ വീഡിയോ ഒക്കെ ഇടാനുള്ള റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഓണത്തിനൊരുങ്ങുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ വേഗം കറി വെക്കാൻ പോവാണ്. ഇന്ന് പുളിമുളക് ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം വൃത്തിയാക്കിയിട്ട് വരട്ടെ കേട്ടോ. അപ്പം നല്ല ബ്ലഡൊക്കെ വരുന്ന നല്ല ഫ്രഷ് മീനാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേഗം ക്ലീനാക്കി വരാം. ഇവിടെ സച്ചൂട്ടനും ചേട്ടായും കൂടി മുടിയൊക്കെ മുറിക്കാൻ പോകുന്നുണ്ട്. ഓണമൊക്കെയല്ലേ, ഇനിയിപ്പം ലീവൊന്നും ഇല്ലല്ലോ മുടി മുറിക്കാൻ പോകാൻ. വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. കറക്റ്റായിട്ട് തീരുമാനിച്ചില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സച്ചൂട്ട് മുമ്പിൽ ഓടിപ്പോയി കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് എടൂർ ആണ് കേട്ടോ മുടി മുറിക്കാൻ പോകുന്നത്.
അപ്പം നമ്മുടെ മീനിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മീനായിരുന്നു, പക്ഷെ ഞാൻ വെട്ടിപ്പെറുക്കി വന്നപ്പോൾ ഈ ഒരു വിധം ആയതാണ് കേട്ടോ. അപ്പം അങ്ങനെയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു വശത്ത് തോല് പൊളിച്ചിട്ടോ, പിന്നെ മറ്റേ ഭാഗം നോക്കുമ്പോൾ ഇതെല്ലാവരും തോല് പൊളിക്കാതെയും കറി വെക്കും. ഞാൻ ഒന്ന് പൊളിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പൊളിച്ചാണേ. അപ്പം ഒരു ഭാഗം കിട്ടുകയുള്ളൂ, ഒരു ഭാഗം കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ അല്ലാതെ ക്ലീനാക്കിയിട്ട് പിന്നെ അങ്ങ് വെട്ടാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഞാൻ പിടിച്ച് ഞെക്കി പീച്ച് ഒരുവിധം ആക്കി കേട്ടോ. എന്ത് പണിയാണ് കാണിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും കേതലാകുമ്പോൾ കറി വെക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും നല്ല കട്ടി ആയിക്കോളും. അപ്പോൾ അതുകൊണ്ട് വിഷയമില്ല. അങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ ആകും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ അതിനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും 2 തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എണ്ണയൊഴിച്ച് ഒരു ശകലം ഉലുവയും കൂടെ പൊട്ടിക്കാം കേട്ടോ. ഇങ്ങനെയാണ് എല്ലാവരും മീൻ കറിയൊക്കെ വെക്കുക. ഞാൻ എളുപ്പത്തിന് എല്ലാം കൂടി ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ വറുത്തൊന്നും ഇടാതെയും വെക്കാറുണ്ട് കേട്ടോ. ഇന്നിപ്പം ഇച്ചിരി വറുത്തൊക്കെ ഏതെല്ലാം വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ എനിക്കൊരു ടേസ്റ്റ് തോന്നാറില്ലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു 2 നുള്ളു ഉലുവ പൊട്ടിച്ച് കടുകും പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നല്ല മൂത്ത മണമൊക്കെ വരുമ്പോൾ അതിനകത്തേക്ക് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എടുക്കുക. ഇപ്പോൾ ഒരു 1 കിലോൻ്റെ അടുത്തുള്ള കേതൽ മീനാണ്. അപ്പോൾ ഞാനൊരു 3.5 ടീസ്പൂൺ മുളകൊക്കെയാണ്. ടേബിൾ സ്പൂൺ എന്ന് പറയും, കാരണം നന്നായിട്ട് നിറച്ച് കുമ്മിച്ചെടുക്കും കേട്ടോ. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മൾ ഒരു ശകലം തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റാൻ. കരിഞ്ഞു പോകാതെയും ഒരിച്ചിരി കയ്പ്പ് രസമൊന്നും വരാതെയും കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നൈസായിട്ട് അങ്ങ് വഴറ്റൂ കേട്ടോ. എന്നാൽ പിന്നെ ഇച്ചിരി നന്നായിട്ട് വഴലുകയും ചെയ്യണം. മൂത്താൽ മാത്രമാണ് നമ്മുടെ മീൻകറിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് ഒന്ന് മൂടി വെച്ച് തക്കാളി വേവാൻ വേണ്ടി ഒന്ന് വെക്കും കേട്ടോ. അപ്പോൾ ശരിക്കും തക്കാളി അരച്ച് പേസ്റ്റായി ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. അരച്ചിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങ് വഴറ്റി എണ്ണ തെളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പം തക്കാളി മിക്സിയിൽ അരയ്ക്കണ്ടേ, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അങ്ങിട്ട് മൂടി വെച്ച് നമ്മൾ എണ്ണ തെളിയുന്നവരെ വഴറ്റി നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ടേ. ഇത്രയും ഭാഗമായ മാത്രമാണ് കേട്ടോ ഞാൻ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ചേർക്കുള്ളൂ. അങ്ങനെ നമ്മുടെ കുടംപുളി ഇട്ട വെള്ളം നന്നായിട്ട് കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം കേട്ടോ. പിന്നെ കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, ചെറു ചൂടുവെള്ളം ചേർക്കണേ. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പാകത്തിന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. ഒരു കുറച്ച് നേരം ആയി കഴിഞ്ഞിട്ടൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു വിഷയമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി കറിയൊക്കെ ഇവിടെ റെഡിയാകുന്നുണ്ട്. ഞാൻ എപ്പോഴും തന്നെ കുടംപുളി ഇട്ടാണ് വെക്കാറ് കേട്ടോ. അപ്പം മീൻകറിയൊക്കെ അവിടെ ആകുന്നുണ്ട് കേട്ടോ. നമുക്ക് മീൻകറി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെറ്റ് സാരിയൊക്കെ തപ്പി പിടിച്ചെടുക്കാം കേട്ടോ. ഓണ ലുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലച്ചുക്കുട്ടിക്ക് ഞാനും കൂടി സാരിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ, ഞാൻ എടുക്കണം. അപ്പം എനിക്ക് ഇനി മടക്കി വെക്കാൻ പറ്റില്ല. ഇത് വേണോ? വേണ്ട വേണ്ട. പിന്നെ ഇത് ഇതെല്ലാം നേരുന്ന പോലെ ഉള്ളത്. ഈ ടിഷ്യൂൻ്റെ ദാമണി പാവാടയോ ആക്കിയിടും. വേണ്ട, സാരി തന്നെ മതി അമ്മ. സാരിയോ? സെറ്റ് സാരി. മറ്റേ സെറ്റ് സാരി ആണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തതാണ്. ചെയ്യാം. ഇനി എൻ്റെത് ഈ പഴയ സെറ്റ് സാരിയാണ്, പക്ഷെ ഇത് ഉടുത്തൊന്നും ചെയ്തിട്ടില്ല. പണിയുണ്ട് കൊടുത്ത് ചെയ്യാം. ഇത് മതി. കൊള്ളാമോ? എൻ്റെ ഫ്രണ്ട്സ് ഇതുണ്ടല്ലോ, ഇതൊരു എത്ര വർഷം അരച്ചു ഇപ്പം എത്ര വയസ്സായി? 12 വയസ്സ്. ഇതിന് 12 വയസ്സ് അല്ല 13 വയസ്സ് പ്രായമുണ്ട് കേട്ടോ ഈ സെറ്റ് സാരിക്ക്. എനിക്ക് കല്യാണത്തിന്
എൻ്റെ ചിറ്റ് സെറ്റ് ശരിയാട്ടോ. അമ്പലത്തിലേക്ക് വരാണെങ്കിൽ തടി കിട്ടുന്ന അമ്പലത്തിലേക്ക് വരാണെങ്കിൽ അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തരാട്ടോ. ഒന്ന് തേക്കാം, സെറ്റാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ അന്നത്തെ ഇപ്പോൾ ബ്ലൗസൊന്നും കയറില്ലല്ലോ, ഞാൻ ചെറുതായി പോയതുകൊണ്ട് ബ്ലൗസൊന്നും കയറാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സാരിയിൽ ഇതിൻ്റെ ബ്ലൗസിനകത്തില്ലേ ഈ സാരിയിൽ ഇത് സെറ്റല്ലേ അല്ലേ? ഒപ്പിക്കല്ലേ, ഡാർക്കാ എന്നാലും ഒപ്പിക്കല്ലേ, ഇത് വെച്ച് സെറ്റ് ചെയ്യാം അല്ലേ? അപ്പം ഇന്ന് വൈകുന്നേരം ഓണം മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, ഇപ്പം എല്ലാവരും കാണണം കേട്ടോ. ഭയങ്കരയുടെ ആയിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓക്കെ അല്ലേ രച്ചു? ഞാനിത് തേച്ച് സെറ്റാക്കട്ടെ. ഓക്കെ, ഇത് തേക്കണം ഫ്രണ്ട്സ്. കുറേ നാളായിട്ട് എടുത്തിട്ട്, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് സ്റ്റിപ്പാൻചേനെ നമുക്ക് സൂപ്പറാട്ടോ. കണ്ടോ, 10-12 വർഷത്തെ പഴക്കമുള്ള സംഭവം. പക്ഷെ കസവിൻ്റെ ഒന്നും ഒരു കളർ തരി പോയിട്ടില്ല കേട്ടോ. അടുപ്പിച്ച് കാണിച്ചൊക്കെ അടിപൊളിയായിട്ടില്ലേ? അത് ഞാൻ കുറേ സെറ്റ് തരുവാണ്, അതെല്ലാം പോയിട്ടോ. മീൻകറി വെച്ചിട്ട് പിടുത്തുമ്പോഴായിട്ടോ. മീൻകറി ഇവിടെ ആകുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മതി വെച്ചു. ഗൈസ്, നമ്മുടെ മീൻ കറി സൂപ്പറായിട്ടായിട്ടുണ്ട്. കപ്പയും കൂടെ അപ്പം ഇച്ചിരി എരിവ് കൂടിയോ? ഉറപ്പാക്കട്ടെ. അപ്പം അങ്ങനെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നാൽ ഒരു പഴം എടുത്ത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് കഴിക്കുകയാണ്. കുഞ്ഞിതാ കണ്ടിട്ട് അത്ര രസമൊന്നും തോന്നിയില്ലെങ്കിലും പക്ഷെ കഴിച്ചപ്പോൾ നല്ലതാണ് കേട്ടോ. വണ്ണധികിലേലും മെലിഞ്ഞാണേലും സൂപ്പറായിരുന്നു, രുചിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സത്യത്തിൽ ഒന്നിനെയും കണ്ട് ഇരുത്തരുതെന്ന് പറയില്ലേ, അത് കറക്റ്റ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചൊരു ഞാറുവാലി പഴം ഗുണമില്ലാന്ന് വിചാരിച്ചു, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ സാമ്പാറും മീൻകറിയും ഒക്കെ കൂട്ടി ഞാൻ ചോറുണ്ണുവാണേ. അതിന് ശേഷം മേക്കപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കണ്ണപ്പന് പനിയൊക്കെ ആയതുകൊണ്ട് കണ്ണപ്പനെ സൈഷായിട്ടേ വന്ന് കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഇടാം കേട്ടോ. എനിക്ക് എന്നും ഇടാൻ പറ്റാത്തത് നെറ്റൊക്കെ ഇല്ലല്ലോ, നെറ്റ് വളരെ കുറവാണ്. ഞാനൊരു 3 ഷോർട്സ് വീതം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ദിവസത്തെ ഡാറ്റ തീർന്നു പോകുക. അപ്പോൾ ഒരു ലോങ് വീഡിയോയും കൂടി ഇടാനുള്ള പരിപാടി നടക്കുകയല്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ തന്നെ കപ്പളങ്ങ പഴുത്ത് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഓർക്കാതെ അത് ചീഞ്ഞൊക്കെ പോകും കേട്ടോ. ഇന്നിപ്പോൾ ഓർക്കാതെ പോയേനെ ചേട്ടായി കണ്ടതുകൊണ്ട് ചീഞ്ഞ് പോയില്ല. സൈഡായിൽ ചെറുതായിട്ടൊന്ന് വന്നു, എന്നാലും ഞാനത് കട്ട് ചെയ്ത് മാറ്റി. അത്യാവശ്യം നല്ല മധുരമുള്ള കപ്പളങ്ങപ്പഴമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കപ്പളങ്ങയൊക്കെ മുറിച്ച് അതും കൂടെ കഴിച്ചു. ഞാനൊരു കഷ്ണം മുഖത്ത് തേക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, വൈകുന്നേരം തേക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഈ എന്താ പറയുക, ഫ്രഷായിട്ടുള്ള സാധനമല്ലേ, പിന്നെന്താ കപ്പളങ്ങ എപ്പോഴൊക്കെ മുഖത്ത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്നും എല്ലാ സാധനവും മുഖത്ത് തേക്കുന്ന ഒരാളല്ല ഞാൻ, പക്ഷേ ഇങ്ങനത്തെ സാധനമൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊരു മുൾട്ടീൻ്റെ പാക്കൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. എല്ലാവരും വലിയ കാര്യമായിട്ടൊക്കെ പറയും, അയ്യോ ഞങ്ങൾ മുഖത്തൊന്നും തേക്കാറില്ല, ഇടാറില്ല. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് ഏറ്റവും നന്നായിട്ടും വൃത്തിയായിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് എനിക്കത് പറയാനൊന്നും മടിയൊന്നുമില്ല. എന്തിനാണ് മടിക്കുന്നത്? നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെന്താ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സച്ചുവിനൊരു തോണിയൊക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട് കേട്ടോ.